പരമാധികാരത്തിൽ ഇടപെടില്ല, സഹായിക്കാൻ കഴിയും ഫ്രാൻസിസ് മാർപ്പാപ്പ. സീറോ മലബാർ സഭയിലെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ച് ഉചിതമായ നടപടിയെടുക്കുവാൻ നേതൃത്വത്തോട് ആഹ്വാനം ചെയ്ത് ഫ്രാൻസിസ് മാർപ്പാപ്പ. സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായി സ്ഥാനമേറ്റ ശേഷം വത്തിക്കാനിൽ ഔദ്യോഗിക സന്ദർശനത്തിനെത്തിയ മാർ റാഫേൽ തട്ടിലിനെയും മെത്രാൻ സംഘത്തെയും സ്വീകരിച്ച ശേഷം റോമിലുള്ള സീറോ മലബാർ സഭാംഗങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. സ്ഥിരം സിനഡ് അംഗങ്ങൾ തിങ്കളാഴ്ച മാർപ്പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തി. കഴിഞ്ഞ ദിവസം മുൻ സുപ്രീം കോടതി ജഡ്ജി കുര്യൻ ജോസഫും ഏതാനും മുൻ ഉദ്യോഗസ്ഥരും പ്രമുഖരും മാർപ്പാപ്പയെ കണ്ട് പ്രശ്നപരിഹാരത്തിന് ഇടപെടണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു. കുർബാന വിഷയത്തിൽ ഔദ്യോഗിക പക്ഷത്തിനെതിരെ പരസ്യ നിലപാടെടുത്തിട്ടുള്ളയാളാണ് കുര്യൻ ജോസഫ്. ഇതിനു പിന്നാലെയാണ് മെത്രാൻ സംഘം മാർപ്പാപ്പയെ കണ്ടത്. മാർപ്പാപ്പയുടെ സന്ദേശത്തിന്റെ ചുരുക്കം: നിങ്ങളുടേത് ഒരു വ്യക്തിസഭയായതിനാൽ എനിക്ക് സഹായിക്കാൻ ആഗ്രഹമുണ്ട്. നിങ്ങളുടെ അധികാരത്തിന് മുകളിൽ ഇടപെടില്ല. പ്രശ്നപരിഹാരത്തിന്റെ ഭാഗമായി ഞാൻ ചില കത്തുകളും വീഡിയോ സന്ദേശവും വിശ്വാസികൾക്കായി അയച്ചിരുന്നു. സഭയ്ക്ക് ദോഷമാകുന്ന ചില കാര്യങ്ങളിൽ മുന്നറിയിപ്പും നൽകി. നമുക്കായി മരിക്കുന്നതിന് മുൻപ് എല്ലാവരും ഒന്നായിരിക്കാനാണ് കർത്താവ് ആഹ്വാനം ചെയ്തത്. ഐക്യം സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അനുസരണം വാഗ്ദാനം ചെയ്തിട്ടുള്ള വൈദികരുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും. വിട്ടുവീഴ്ചയ്ക്കില്ലായ്മയ്ക്കും ഭിന്നതയ്ക്കും കാരണമാകുന്നവർ അവരൊരു വലിയ കുടുംബത്തിന്റെ ഭാഗമാണെന്നും അവിടെയുള്ളവർ അവരെ കാത്തിരിക്കുകയാണെന്നും മനസ്സിലാക്കണം. അവർക്കായി എപ്പോഴും വാതിൽ തുറന്നിടണം. തെറ്റുതിരുത്തുമ്പോൾ തിരിച്ചുവരവ് തടസ്സപ്പെടരുത്. നമുക്ക് പരസ്പരം കാണാം, ചർച്ച ചെയ്യാം, ഇതിനെല്ലാം ഉപരി പ്രാർത്ഥിക്കാം. അതോടെ ആശങ്കകളകറ്റി ഐക്യത്തിലേക്ക് വരാൻ നമുക്ക് കഴിയും. കുർബാന എങ്ങനെ അർപ്പിക്കണമെന്ന തർക്കം ക്രൈസ്തവ വിശ്വാസത്തിനെതിരാണ്. നമ്മെ നയിക്കുന്ന മാനദണ്ഡം ഐക്യമാണ്. അതിനാൽ ഐക്യത്തിനായുള്ള നമ്മുടെ സമർപ്പണത്തെക്കുറിച്ചും നമുക്ക് ലഭിച്ച ദാനങ്ങളെക്കുറിച്ചും ആത്മപരിശോധന നടത്തണം. മാർപ്പാപ്പ ആഹ്വാനം ചെയ്യുന്നു. കുർബാന വിഷയത്തിൽ എതിർപക്ഷത്തുള്ളവരെ തള്ളുമ്പോൾ തന്നെ ചർച്ചയുടെ വാതിൽ തുറക്കാനാണ് മാർപ്പാപ്പ ആഹ്വാനം ചെയ്യുന്നത്. ഇത് വൈദികർക്കും സ്വാഗതാർഹമായ നിലപാടാണ്. സ്വതന്ത്ര സഭയുടെ പരമാധികാരത്തിൽ ഇടപെടാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. ഫലത്തിൽ പ്രശ്നങ്ങൾ ഇവിടെ തന്നെ തീർക്കുന്നതിനാണ് അദ്ദേഹം ഊന്നൽ നൽകുന്നത്. മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിനൊപ്പം സ്ഥിരം സിനഡ് അംഗങ്ങളായ ആർച്ച് ബിഷപ്പ്മാരായ മാർ മാത്യു മൂലക്കാട്ട്, മാർ ആൻഡ്രൂസ് താഴത്ത്, മാർ ജോസഫ് പെരുന്തോട്ടം, മാർ ജോസഫ് പാംബ്ലാനി, കുര്യ മെത്രാൻ, മാർ സെബാസ്റ്റ്യൻ വാണിപുരയ്ക്കൽ, യൂറോപ്പിലെ അപ്പസ്റ്റോലിക് വിസിറ്റേറ്ററും സഭയുടെ പ്രൊക്രേറ്ററുമായ മാർ സ്റ്റീഫൻ ചെറപ്പണത്ത് എന്നിവരും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. നന്ദി.